ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷി അച്ഛനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പം കൺമണി പറയുന്നുണ്ട്, നാളെ ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൃഷ് സാറ് സാഗർ സാറിനെ വിളിക്കണം, സംസാരിക്കണം. കൃഷ് സാറ് കാരണം ഇപ്പം ആ ഫാക്ടറി തുറക്കുമല്ലേ, എത്ര പേരുടെ ജീവിത സുരക്ഷിതമാവാൻ പോകുന്നത്. കൃഷി പറയും, അയ്യോ അതെൻ്റെ മിടുക്കൊന്നുമല്ല, കൺമണി കാരണം ഇതെല്ലാം സംഭവിച്ചത്, ഞാൻ കൂടെ നിന്നു എന്ന് മാത്രം. കൺമണി പറയും, വേണ്ട വേണ്ട, കൃഷ് സാർ ചെയ്തിട്ട് ആ ക്രെഡിറ്റ് കൂടി എനിക്ക് തരണ്ട. കൃഷി പറയും, എൻ്റെ ജീവിതം തന്നെ നീയല്ലേ കൺമണിന്ന്. അവൾ ചോദിക്കും, സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് സാഗർ സാറിന് അത്രത്തോളം ഇഷ്ടമാണ്, സാഗർ സാറും സുജാത മേഡവും വിഷമിക്കുന്ന ഒന്നും തന്നെ ചെയ്യാനും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പം നമ്മളുടെ വിവാഹത്തിന് സാഗർ സാറും സുജാത മേഡം സമ്മതിച്ചില്ലെങ്കിൽ സാർ എന്ത് ചെയ്യും? കൃഷി പറയും, ആ കാര്യത്തിൽ മാത്രം ഞാൻ വേറൊന്നും നോക്കത്തില്ല, കൺമണിയെ തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടത്തുള്ളൂ. ആദ്യം അവർ കുറച്ച് പിണക്കമൊക്കെ കാണിച്ചാലും പിന്നെ അവർക്ക് സന്തോഷമായിക്കോളും. അവർക്ക് സന്തോഷിക്കാൻ ഒരാളെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലേ ചെയ്യുന്നത്. ആ പിണക്കമൊക്കെ താൽക്കാലികം മാത്രമായിരിക്കും, അതൊന്നും ഓർത്ത് കൺമണി വിഷമിക്കണ്ട. അതൊക്കെ കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാകുമെങ്കിലും അവൾ പറയുന്നുണ്ട്, പക്ഷെ സാർ എന്നോട് ഈ കാണിക്കുന്നതൊക്കെ എന്നെ കളിപ്പിക്കാനാണെന്നൊരു തോന്നൽ എനിക്ക് വരുക, എനിക്കെന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ. കൃഷി പറയും, കൺമണി ആ പറഞ്ഞത് ശരിയാ, കൺമണിക്ക് ഒരു ദുരന്തം വരാൻ പോവുക, ഞാനത് കൺമണിയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ കൺമണിയുടെ മുഖം അങ്ങ് മാറും. എന്താ സാർ എന്താ അങ്ങനെ പറഞ്ഞത്? കൃഷി പറയും, അല്ല, ഞാൻ കൺമണിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോവല്ലേ, അത് വലിയൊരു ദുരന്തമല്ലേ എന്ന രീതിയിൽ. കൺമണിക്ക് അത് കേൾക്കുമ്പോൾ സമാധാനവും എന്ന ദേഷ്യവും വരും. കൃഷിനും ചിരിയാണ്. കൺമണി കൃഷിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കും. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീനിവാസൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. കൺമണിയുടെ ഡിസൈന് ശങ്കർ മോഹൻ സാറിന് ഇഷ്ടമാവണേന്നും കൺമണിക്ക് സന്തോഷം സമാധാനമൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞ് ഉണ്ണിത്തിരുമേനി അത് കേട്ട് വന്നിട്ട് പറയും, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കൺമണി ചേച്ചിക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകളായിരിക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ ശ്രീനിക്കും സന്തോഷം തോന്നും. കൃഷും കൺമണിയും രാവിലെ ഫാക്ടറി പോകാൻ റെഡിയായി വന്നേക്കാണ്. കേണല് റെഡി ആയിട്ടൊന്നുമില്ല. കേണൽ സാർ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതിയെന്ന്. കൺമണി പറയും, അത് പറ്റില്ല, ഞങ്ങൾ ഇവിടുത്തെ അതിഥിയാ, സാറ് വരണമെന്ന്. കൃഷ്ണൻ പറയും, സാറില്ലെങ്കിൽ ഞങ്ങളും പോവില്ല എന്ന്. കേണൽ പറയും, അങ്ങനെയല്ല, നിങ്ങൾ കാരണം ആ ഫാക്ടറി ഇപ്പം തുറന്നത്, ഇനി അത് നോക്കി നടത്തേണ്ടത് നിങ്ങളാ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇപ്പം പോയാൽ മതി. നിങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്കൊക്കെ ഫാക്ടറിയിലേക്ക് ഉണ്ടാവണം. ഷീലയും കൂടി അവരെ നിർബന്ധിക്കും. പിന്നെ കൃഷ്ണനും കൺമണിക്കും തോന്നും അവരിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. അങ്ങനെ കേണൽ പറയുന്ന അനുസരിച്ച് കൃഷ്ണൻ കൺമണിയും ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകും. സുമിത്രയെ ഷൺമുഖൻ ഫോൺ ചെയ്യുന്നുണ്ട്. ഭാഗ്യശ്രീയുടെ കാര്യം സുമിത്ര തിരക്കുമ്പോൾ ഷൺമുഖൻ പറയുന്നുണ്ട്, എൻ്റെ ആൾക്കാർ പല വഴി തിരക്കുന്നുണ്ട്, മാത്രമല്ല ഈ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെല്ലാം ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്, ഭാഗ്യശ്രീ എങ്ങാനും അവിടെ വന്നാൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. സുമിത്ര പറയും, എന്താണേലും ഇന്ന് രാത്രിക്ക് മുമ്പ് അവൾ ഇവിടെ എത്തണമെന്ന്. ഷൺമുഖം പറയും, നിങ്ങളുടെ പിടിപ്പേടുകൊണ്ട് തന്നെയല്ലേ എല്ലാം സംഭവിച്ചത്, അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ, നിങ്ങളുടെ രീതിക്കനുസരിച്ച് മകളെ വളർത്താത്തത് നിങ്ങളുടെ തന്നെ കുറ്റമാണ്. സുമിത്ര പറയും, ഇനിയിപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെ അവളെ ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയും. അടുത്ത ദിവസം ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സാഗറിനെ കൊല്ലാനാണല്ലോ നമ്മളുടെ പ്ലാന്, അത് അതുപോലെ തന്നെ നടക്കണം. ഷൺമുഖം ചോദിക്കും, സാഗറിനെ മാത്രം തീർത്താൽ മതിയോ, ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണം എന്നല്ലേ സുമിത്രജി പറഞ്ഞുകൊണ്ടിരുന്നത്. സുമിത്ര പറയും, ഇപ്പോഴും അങ്ങനെ തന്നെയാ, ആദ്യം സാഗറിനെ തീർക്കണം, അതോടെ ആ കുടുംബം ഒന്ന് ഉലയും, പിന്നെ ബാക്കിയുള്ളവരെ തീർക്കാൻ എളുപ്പമാവും. അതിനു മുമ്പ് ഭാഗ്യശ്രീയെ നിശബ്ദയാക്കണം, അവളി പുറത്തുണ്ടെങ്കിൽ നമ്മളുടെ ഈ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല. ഷൺമുഖം പറയും, ഭാഗ്യശ്രീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ നമ്മളെല്ലാവരും അകത്താവും, അതുകൊണ്ട് ഭാഗ്യശ്രീയെ ജീവനോടെ കൊണ്ടുവരാനൊന്നും ഞാൻ പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ചെറിയൊരു ഞെട്ടലാവുമെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം സുമിത്ര തന്നെയാണല്ലോ പറഞ്ഞത് കൊന്നിട്ടാണേലും അവളെ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കും. കൃഷ്ണൻ കൺമണിയും ഫാക്ടറി ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള തൊഴിലാളികളും അവിടെയുണ്ട്. കൃഷ്ണനെയും കൺമണിയും പൂമാലയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വാസുകി കൊണ്ടുവന്ന് മധുരമൊക്കെ അവർക്ക് കൊടുക്കും. വന്ന ആഘോഷമാണല്ലോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ വാസുകി പറയും, ഫാക്ടറി വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ചടങ്ങാണ്, ചെറിയ പൂജയൊക്കെ ഉണ്ട്, ഈ ഫാക്ടറിയുടെ നല്ല ഭാവിക്കും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാ. അത് കൊള്ളാലോ എന്ന് കൃഷി പറയുമ്പോൾ വാസുകി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് വേണം ഈ ചടങ്ങുകൾ നടത്താൻ. കൃഷ്ണൻ കൺമണി ഒരുപോലെ പറയും, അയ്യോ അത് വേണ്ട, അത് ശരിയാവില്ല, അത് നിങ്ങൾ തന്നെ നടത്തിയാൽ മതി. വാസുകി പറയും, അത് പറ്റില്ല. വേറൊരാൾ പറയും, ഇന്നത്തെ സംഭവത്തിന് കാരണക്കാരാരാണോ അവർ വേണം ഈ ചടങ്ങ് നടത്താൻ. ഈ ഭാഗത്തെ ആചാരമാണ് സാർ, ശിവശക്തി സങ്കല്പത്തി ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് വേണം ഈ ആചാരം പൂർത്തിയാക്കാൻ. നിങ്ങളാണ് ഫാക്ടറി തുറക്കാൻ കാരണക്കാരായ ആ ഭാര്യയും ഭർത്താവും. വേറൊരു സ്ത്രീ പറയും, നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ് നിങ്ങള്, വനദുർഗയ്ക്ക് മുമ്പിൽ താല് തൊട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ പൂജാരി പറയുന്നുണ്ട്, ശിവനും ശക്തിയും തന്നെയാണ് നിങ്ങള്, എന്നാ പിന്നെ നമുക്ക് ഈ ചടങ്ങ് തുടങ്ങാം. ഇതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണനും കൺമണിക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും
പറയുമെങ്കിലും ഈ ചടങ്ങ് അവർക്ക് നടത്താൻ വേണ്ടി എന്തോ ഒരു മടിയുള്ളതുപോലെയാണ്. അയ്യപ്പൻ പറയും സാറും മേഡവും കൂടി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു നിങ്ങൾ, ഇപ്പം ദേ ഞങ്ങളുടെ ദൈവങ്ങളായി. പൂജാരി പറഞ്ഞ പോലെ ശിവനും ശക്തിയും തന്നെ. ശരി, ഞങ്ങൾക്ക് സമ്മതമാണെന്ന് കൃഷ് പറയും. അവർക്കും സന്തോഷമാകും. പൂജാരി രണ്ടുപേരുടെയും തലയിൽ കിരീടം പോലെ ഒരു സാധനം വെച്ചു കൊടുക്കും. അയ്യപ്പൻ പറയും ഇനി നിങ്ങളാ ഞങ്ങളുടെ യജമാൻ. വാസുകി പറയും യജമാന്മാര് വേണം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ. രണ്ടുപേരും കൂടി ചേർന്ന് വിളക്ക് കൊളുത്തിക്കോ. കൃഷ് പറയും ഇത് നിങ്ങളുടെ സ്ഥാപന, നിങ്ങളിൽ ഒരാൾ വേണം തിരി തെളിയിക്കാൻ. അവര് പറയും ഞങ്ങളുടെ ആചാരം അനുസരിച്ച് നിങ്ങൾ രാജാവും രാജ്ഞിയും തന്നെയാ, ഞങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഈ ചടങ്ങ് ചെയ്യണം. അങ്ങനെ കൃഷും കൺമണിയും കൂടി വിളക്ക് കൊളുത്തുന്നുണ്ട്. കൃഷിനും കൺമണിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. കൺമണി പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ഇപ്പൊ നിങ്ങളിൽ ഒരാൾ തന്നെയാ. ചുറ്റും നിൽക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കും. സാഗർ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശങ്കർ മോഹൻ ഫോൺ ചെയ്യും. ഒരുപാട് ആകാംക്ഷയോടെയാണ് സാഗർ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ശങ്കർ മോഹൻ പറയും ആ ഡിസൈൻ ഞാൻ കണ്ടു എന്ന്. സാഗർ പറയും അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു എന്ന്. ശങ്കർ മോഹൻ പറയുന്നുണ്ട് ഡിസൈൻ ഞാൻ കണ്ടു, എൻ്റെ ഫാമിലി കണ്ടു, സ്റ്റാഫ്സ് കണ്ടു, ഞങ്ങളുടെ റിവ്യൂ ഡിപ്പാർട്ട്മെന്റും കണ്ടു. ഡിസൈനായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അഭിപ്രായം. ഞങ്ങളാരും പ്രതീക്ഷിച്ച പോലെ അല്ല ഇത് വന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ സാഗറിന് നല്ല സങ്കടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശങ്കർ മോഹൻ പറയും എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും എത്രയോ മുകളിലാ സാഗറെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ആ ഡിസൈനായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് പരമ്പരാഗത ഡിസൈനിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാ. മനോഹരമെന്നോ ഗംഭീരമെന്നോ ഒന്നും പറയുന്നില്ല, ആ വാക്കുകളൊക്കെ ചെറുതാണ്. സാഗറിന് ഒരുപാട് സന്തോഷാവും. അതേ സന്തോഷത്തിൽ തന്നെ താങ്ക് യു പറയുന്നുണ്ട്. ശങ്കർ മോഹൻ പറയും ബാക്കി കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്തോളാം. ഒരിക്കൽ കൂടി നന്ദി സാഗർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് സാഗർ ചോദിക്കുമ്പോൾ ശങ്കർ മോഹൻ പറയുന്നുണ്ട് ആ കുട്ടി കൺമണി അലികയുടെ അസറ്റാണ്. ഒരു കാരണവശാലും ആ കുട്ടിയെ വിട്ട് കളയരുത്. ഏതെങ്കിലും സാഹചര്യത്തിൽ കൺമണി നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാറുവാണെങ്കിൽ ആ കാര്യം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വക കൺമണിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. സാഗറും പറയും ഞങ്ങളുടെ ഡിസൈൻ തിരഞ്ഞെടുത്തതിനും ശങ്കർജിയുടെ വാക്കുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളുടെ ഈ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. കൺമണിയെ കുറിച്ചുള്ള അങ്ങയുടെ ഈ വലിയ വാക്കുകൾ ഞാൻ കൺമണിയെ അറിയിക്കുന്നുണ്ട്. പിന്നെ കൺമണി ഒരിക്കലും അലികയിൽ നിന്ന് മാറില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ ശരി സാഗർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. സാഗർ ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. അതേ സന്തോഷത്തിൽ സുജു ചേച്ചിയമ്മയെന്നൊക്കെ വിളിച്ച് അലറുന്നുണ്ട്. മാനസയും വിളിക്കുന്നുണ്ട്. എന്താ സാഗർ എന്ന് ചോദിച്ച് സുജാതയാണ് ആദ്യം വരുന്നത്. പുറകെ തന്നെ എന്താ അനിയൻകുട്ടാന്ന് ചോദിച്ച് ആന്റിയമ്മയെ മാനസയെ ഓടി വരും. സാഗർ പറയും ചേച്ചിയമ്മേ അലികയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. സുജു അലിക മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാ. ശങ്കർ മോഹന്റെ പ്രോജക്റ്റ് അലികയ്ക്ക് കിട്ടി. ആന്റിയമ്മയ്ക്കും അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് അവരുടെ മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. സുജാത പറയുന്നുണ്ട് ഇതൊരു നല്ല വാർത്തയാണല്ലോ. സാഗർ പറയും ശങ്കർ മോഹൻ ഇത്രയും നേരം എന്നോട് സംസാരിക്കുമായിരുന്നു. കൺമണിയെ കുറിച്ച് എത്ര നല്ല വാക്കുകളാ അദ്ദേഹം പറഞ്ഞതെന്നറിയാവോ. അലികയിൽ നിന്നും കൺമണി പോവുകയാണെങ്കിൽ ആ കാര്യം അദ്ദേഹത്തെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അലികയിൽ നിന്ന് ഒരിക്കലും കൺമണി പോവില്ല എന്ന്. അത് കേൾക്കുമ്പോൾ സുജാതയുടെ മുഖം അങ്ങ് മാറും. ആന്റിയമ്മയെ മാനസയെ നോക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. സാഗർ ചോദിക്കും മാനസ എന്താ ഒന്നും മിണ്ടാത്തത്. മോളെ കൺമണിയായിട്ടുള്ള ബാക്കി ഇഷ്യൂസ് ഒക്കെ അങ്ങ് ഇത് നമ്മളുടെ അലികയ്ക്ക് കിട്ടിയ ഒരു നേട്ടമല്ലേ. മാനസ പറയും എനിക്ക് സന്തോഷം അങ്കിൾ. ഈ ഡിസൈൻ ശങ്കർ മോഹൻ സാറിന് ഇഷ്ടപ്പെടണമെന്ന് മറ്റാരേക്കാൾ കൂടുതലും പ്രാർത്ഥിച്ചത് ഞാനാ. സാഗർ പറയും മിടുക്കി, അങ്ങനെ തന്നെ വേണം. സുജു കൃഷിയും കൺമണിയും കൂടി വന്നിട്ട് ഓഫീസിൽ ചെന്ന് നമുക്കിതൊരു ആഘോഷമാക്കണം. എന്താ ആന്റിയമ്മേ അങ്ങനെ വേണ്ടേ? ആന്റിയമ്മ പറയും പിന്നെ വേണം തീർച്ചയായിട്ടും ഇതൊരു വലിയ നേട്ടമല്ലേ. എനിക്ക് കുറച്ചും കൂടി കോളുകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് സാഗർ പോകുമ്പോൾ മാനസ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവളുടെ ഒരു ഡിസൈൻ. അത് സുജാത ആന്റിയമ്മയും കേൾക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്തും പ്രത്യേകിച്ച് തെളിച്ചൊന്നുമില്ല. കൃഷ്ണൻ കൺമണി ഫാക്ടറിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. വാസുകി വന്ന് പറയും സർ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവങ്ങളാ നിങ്ങൾ, ഈ നാട്ടിലെ രാജാവും രാജ്ഞിയും. ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ രണ്ടുപേരോടും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടെ ആഹാരം കഴിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്നത് സാറാണ്. അത് ഞങ്ങൾ മരിച്ചാലും മറക്കില്ല. കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഞാൻ ഒറ്റയ്ക്കല്ല, കൺമണിയും കൂടെ ചേർന്നിട്ടാ ഇതൊക്കെ നടന്നത്. വാസുകി പറയും അതറിയാലോ, നിങ്ങളിൽ ഒരാളെ കുറിച്ച് പറഞ്ഞ രണ്ടുപേരും അതിൽ ഉൾപ്പെടുവല്ലോ. മേഡത്തിനോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. എന്താന്ന് കൺമണി ചോദിക്കുമ്പോൾ വാസുകി പറയും മേഡം അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയല്ലേ, ഞങ്ങളുടെ ഫാക്ടറിയിൽ സൂക്ഷിക്കാൻ ഒരു പടം വരച്ചു തരുവോ? കൺമണി പറയും അതിനെന്താ, ഉറപ്പായിട്ട് ഞാൻ വരച്ചു തരാം. സന്തോഷമായി എന്ന് പറഞ്ഞ് വാസുകി പോകും. കൺമണി കൃഷ്ണനോട് പറയും സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടവാ സാറ് കൈവരിച്ചിരിക്കുന്നത്. ഇനി സാഗർ സാറിനെ വിളിക്കണം പ്ലീസ്, എന്റെ അപേക്ഷയാണ്. കൃഷി പറയും ഞാൻ വിളിക്കാം, പക്ഷേ ഞാൻ എന്ത് പറയും? കൺമണി പറയും സാറ് വിളിക്ക്, വാക്കുകളൊക്കെ താനെ വന്നോളും.
കൃഷിയാണെങ്കിൽ വിളിക്കണോ വേണ്ടോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കേണലും കൃഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാഗറിനെ വിളിക്കുന്ന കാര്യം. കൺമണി അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, ഇന്ന് വിളിക്കാൻ തന്നെയാണ്. ഇന്നിപ്പം കൃഷി സാഗറിനെ വിളിക്കുവാണെങ്കിൽ അത് സാഗറിന് ഇരട്ടി സന്തോഷം തന്നെയായിരിക്കും. കൃഷിനും കൺമണിക്കും നേട്ടം ഉണ്ടായ ദിവസം തന്നെയാണ് ഇന്ന്. പിന്നെ ഉണ്ണിത്തിരുമേനി പറഞ്ഞ അനുസരിച്ച് കൺമണിക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണെന്നാണ്. അങ്ങനെ തന്നെ ആവട്ടെ.